എൻ്റേതായ രീതിയിൽ ഒരു പോർക്ക് റോസ്റ്റ് നോക്കിയാൽ ഇതൊരു 1 കിലോ പോർക്കാണ്. ഇതൊന്ന് നന്നായിട്ട് കഴുകി ഞാനൊരു 5-6 തവണയെങ്കിലും ഇത് കഴുകിക്കാണ്. കുക്കറിലിട്ടിട്ട് ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പുകൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കറിൽ വെച്ചിട്ട് ഞാനിവിടെ ഒരു 10-15 വിസിലെങ്കിലും അടിച്ചാണ്. കാരണം വെച്ചാൽ ഇവിടെയൊക്കെ എല്ലാവരും പറയുന്നത് ഈ പന്നി നന്നായിട്ട് കുക്കായില്ലെങ്കിൽ അതിൽ എന്താ പുഴു പിടിക്കുന്നോ നമുക്ക് പോയിസൺ അടിക്കുന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, അറിയില്ല. ആ ഒരു ഐതിഹ്യം വെച്ചിട്ട് ഞാനൊരു 10-15 വിസിലെങ്കിലും അടുപ്പിച്ചു. അപ്പോൾ അതേ പന്നിയുടെ മീറ്റ് നന്നായിട്ട് വെന്ത് നല്ല ഉടഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് ഞാൻ എണ്ണയാണ് ആദ്യം ഒഴിച്ചത്. എന്നിട്ട് ഞാൻ ആ എണ്ണ വേറൊരു പാത്രത്തിലേക്ക് വെച്ചു. ഇതിനകത്ത് നല്ല ഈ പന്നിയുടെ ദേഹത്തെ കൊഴുപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ എടുത്തിട്ട് ആ എണ്ണ തന്നെ എടുത്തിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടാണ് തേങ്ങാക്കൊത്ത്, അതിനുശേഷം ചെറിയ ഉള്ളി, അതിനുശേഷം വലിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അതിലേക്ക് കുറച്ച് പച്ച കുരുമുളക് അരച്ചത് ചേർത്ത് കൊടുത്ത് അതിലേക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ അതൊന്ന് മൂത്ത് പച്ചമുളക് മാറി വരുമ്പോഴത്തേന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇത്രയിട്ട് നന്നായിട്ട് ഇളക്കി നമ്മൾ പച്ചമുളക് മാറുമ്പോഴത്തേന് കുറച്ച് വെള്ളമൊന്നും ഒഴിച്ച് അതൊന്നും നന്നായിട്ട് ഇങ്ങനെ കൊഴുത്ത് ഇങ്ങനെ ഇരിക്കല്ലേ, ഇങ്ങനെ കുറുകാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പോർക്കിൻ്റെ മീറ്റ് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ചുകൂടെ കുറച്ചേറെ കുരുമുളക് ഇടണം കേട്ടോ. ഇവിടെ അങ്ങനെയാണ്, ഈ പന്നിയിലൊക്കെ നല്ലേറെ കുരുമുളക് അങ്ങനെ ഇട്ടിട്ട് നമ്മൾ കറിവേപ്പിലയും കൂടെ ലാസ്റ്റ് കുറച്ച് ഇടണം കേട്ടോ. എന്നിട്ട് നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചിട്ട് ഞാൻ ഇത് കഴിച്ച് നോക്കിയത് നല്ല കപ്പ വേവിച്ചതിൻ്റെ കൂടെ കേട്ടോ. എനിക്ക് എന്തിൻ്റെ കൂടെ ട്രൈ ചെയ്യാം. പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടത് ചോറിൻ്റെ കൂടെ കഴിച്ചപ്പോൾ തന്നെ കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. വാങ്ങി ഇങ്ങനെ ഇടുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു മഞ്ഞ കളറിലെ ആ ഒരു സാധനം അതിങ്ങനെ അലിഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.